ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മളൊരു സ്നാക്സ് തയ്യാറാക്കുന്ന ഇൻഗ്രീഡിയൻസിനെ കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ പേര് ഏലാഞ്ചി അട എന്നാണ് പറയുക. അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തത് 1 കപ്പ് മൈദ മാവാണ്. ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ അതിലേക്ക് പഞ്ചസാരയും ഏലക്കായും കൂടെ പൊടിച്ചതാണിത്. ഇനി നമുക്കിതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇവിടെ മൈദേൻ്റെ ദോശ ഒക്കെ ഉണ്ടാക്കുന്നില്ലേ, ആ മാവിനെ അനുസരിച്ചിട്ട് ഉള്ളതിൽ കൺസിസ്റ്റൻസിലെടുക്കാം. അധികം കട്ടിയിൽ വേണ്ട, കുറച്ച് ലൂസായിട്ട് കലക്കിയെടുക്കാം മാവ്. ആദ്യം തന്നെ കുറേ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് കട്ട കുത്തും. കുറച്ച് വെള്ളം ഒഴിച്ച് അങ്ങനെ കുഴച്ചെടുക്കാം. മാവ് ഈ ഒരു ഇതിലാണ് വേണ്ടത്. ഏലക്ക പൊടിച്ചത് ഈ മാവിൽ ചേർത്തണമെന്നില്ല കേട്ടോ. നമുക്കിതിലൊരു ഫില്ലിങ് തയ്യാറാക്കാനുണ്ട്. അതിൽ തേങ്ങയും ഏലക്ക പൊടിച്ചതും കൂടി ഇതിലേക്ക് ഇടാം. ഇത് നന്നായി പഞ്ചസാരയും കൂടെ വേണം. പഞ്ചസാര ഓരോരുത്തർ മധുരത്തിന് ആവശ്യത്തിന് ഇട്ടാൽ മതി. നന്നായി മിക്സ് ചെയ്യുക. അത് മെൽറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ പത്തിരി ചുട്ടെടുക്കുമ്പോൾ അതിൽ നിന്ന് മെൽറ്റായിക്കോളും ഫില്ലിങ് ഉള്ളിൽ വയ്ക്കുമ്പോൾ. ഞാനിവിടെ 3 സ്പൂണ് പഞ്ചസാര എടുത്തത്. ഇതൊക്കെ ഇഷ്ടമുള്ളവർക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും കഴിക്കാം. ഇരുമ്പിൻ്റെ ദോശക്കല്ല് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് നന്നായി ചൂടായിട്ടുണ്ട്. നെയ്യും വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ടാണ് പരട്ടി കൊടുക്കുന്നത്. അതിനുശേഷം ദോശ മാവ് ഒഴിച്ച് ചുട്ടെടുക്കുക. മേലെ കുറച്ച് വെളിച്ചെണ്ണ ഇട്ടത്. ഒരു ഭാഗം മുറുകിയതിന് ശേഷം തിരിച്ചിടാം. അധികം മുറുകുന്നതിന് മുന്നേ നമുക്ക് ഫില്ലിങ് ഇതിലിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ മടക്കിയെടുക്കാം. ഇവിടെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇതൊന്നിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് അടുത്തത് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം.
ഇങ്ങനെ നൈസായിട്ട് പരത്തിയെടുത്താൽ നല്ല ടേസ്റ്റായിട്ട് വരും. നെയ്യ് മാത്രം ഉപയോഗിച്ചിട്ട് ചുടുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുത്തത്. ഇത് നോൺ സ്റ്റിക്ക് പാനിൽ ചുടുന്നതിനെക്കാട്ടിൽ ഇരുമ്പിൻ്റെ ദോശക്കല്ലൊക്കെ ചുട്ടാലാണ് ടേസ്റ്റ് കൂടുക. ഇതിലേക്ക് നമുക്ക് എല്ലാം ഇതുപോലെ ചുട്ടെടുത്തതിന് ശേഷം കാണാം. നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് 1 കപ്പ് മാവ് കൊണ്ട് ഒരു 8 അപ്പം കിട്ടിയിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.